റീഫെക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. സാത്താൻകുളം തമിഴ്നാട്ടിലെ നടുക്കിയ കസ്റ്റഡി മരണത്തിൽ നിർണായക വിധി പുറത്ത്. തമിഴ്നാട്ടിലെ സാത്താൻകുളം പോലീസ് സ്റ്റേഷനിൽ അച്ഛനും മകനും കസ്റ്റഡി മർദ്ദനത്തിനെതിരായി മരിച്ച കേസിൽ 9 പോലീസ് ഉദ്യോഗസ്ഥർക്ക് 5 വർഷത്തിന് ശേഷം കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നു. ഈ വിധിയിലേക്ക് കോടതിയെ എത്തിക്കുന്നതിൽ നിർണായകമായത് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹെഡ് കോൺസ്റ്റബിൾ രേവതി കാണിച്ച അസാമാന്യ ധീരതയാണ്. 2020 കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ച് മൊബൈൽ ഷോപ്പ് തുറന്നു എന്നാരോപിച്ചാണ് പി ജയരാജിനെയും മകൻ ജെ ബെന്നിക്സിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സ്റ്റേഷനിൽ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ ക്രൂരമായ മർദ്ദനത്തിന് രേവതി സാക്ഷിയായിരുന്നു. രാത്രി 8:45 സ്റ്റേഷനിലെത്തിയ താൻ അകത്തുനിന്ന് അവർ വേദന കൊണ്ട് നിലവിളിക്കുന്നതും കരയുന്നതും കേട്ട് എന്നവർ വെളിപ്പെടുത്തി. രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്ന ഇരകളെ കൊണ്ട് തന്നെ തറയിലെ രക്തം തുടപ്പിച്ച ഇൻസ്പെക്ടറുടെ നടപടിയും രേവതി മജിസ്ട്രേറ്റിനോട് വിവരിച്ചു. ഇത്തരത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥർ നടത്തിയ അതിക്രമങ്ങൾ തുറന്നു പറയാൻ ഒരു ജൂനിയർ കോൺസ്റ്റബിളായ രേവതി തയ്യാറായത് അവിശ്വസനീയമായ കാര്യമായിരുന്നു. കേസിൽ മാപ്പുസാക്ഷിയായി മാറിയ രേവതി സ്വാധീനശക്തിയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ മൊഴി നൽകുന്നത് തൻ്റെയും കുടുംബത്തിൻ്റെയും സുരക്ഷയെ ബാധിക്കുമെന്ന് ഭയപ്പെട്ടിരുന്നു. സാറിന് എൻ്റെ മക്കളുടെയും ജോലിയുടെയും സുരക്ഷ ഉറപ്പു നൽകാൻ കഴിയുമോ എന്ന് മജിസ്ട്രേറ്റിനോട് അവർ ആശങ്കയോടെ ചോദിച്ചു. സഹപ്രവർത്തകർ നിശബ്ദത പാലിക്കാൻ ഭീഷണിപ്പെടുത്തിയിട്ടും സത്യം മറച്ചുവെക്കാതെ ഓരോ സംഭവവും അവർ വിവരിക്കാൻ തയ്യാറായി. ആ രാത്രി നടന്ന ഓരോ ക്രൂരതയും മിനിറ്റുകൾ തോറും രേവതി മജിസ്ട്രേറ്റിന് മുന്നിൽ വിവരിച്ചു. ഉദ്യോഗസ്ഥർ മദ്യപിച്ചുകൊണ്ട് ഇരകളെ മർദ്ദിച്ചുവെന്നും അവരുടെ ഗുഹ്യഭാഗങ്ങളിൽ ബൂട്ടിട്ട് ചവിട്ടിയെന്നും രേവതി വെളിപ്പെടുത്തി. മർദ്ദനത്തിനിടയിൽ അവശനായ ജയരാജിന് കോഫി നൽകാൻ രേവതി ശ്രമിച്ചെങ്കിലും മറ്റു ഉദ്യോഗസ്ഥർ അത് തട്ടിത്തെറിപ്പിച്ചു. ഇരകളെ നഗ്നരാക്കി മർദ്ദിക്കുന്നത് സഹിക്കാനാവാതെ വന്നപ്പോൾ അവർക്ക് ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വന്നു. മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്തുമ്പോൾ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ സ്റ്റേഷന് പുറത്ത് തടിച്ചുകൂടുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ട് തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. കോടതി ജീവനക്കാരെ പോലും ഭീഷണിപ്പെടുത്തുന്ന അത്രയും മോശം അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ ഭയം കാരണം മൊഴിയിൽ ഒപ്പിടാൻ രേവതി മടിച്ചെങ്കിലും മജിസ്ട്രേറ്റിൻ്റെ പ്രത്യേക സുരക്ഷാ ഉറപ്പിന് ശേഷമാണ് അവർ തയ്യാറായത്. മദ്രാസ് ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് രേവതിക്കും കുടുംബത്തിനും പോലീസ് സംരക്ഷണം നൽകാൻ ഉത്തരവായി. മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള വേട്ടയാടൽ അവർ ഭയപ്പെട്ടിരുന്നുവെങ്കിലും സത്യം വെളിപ്പെടുത്താൻ അവർ ഉറച്ചുനിന്നു. CCTV ദൃശ്യങ്ങളിൽ കാണുന്ന ഉദ്യോഗസ്ഥരെ കൃത്യമായി തിരിച്ചറിഞ്ഞ രേവതിയുടെ മൊഴിയാണ് കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ സഹായിച്ചത്. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.